സർ 2016 തുടങ്ങി 2021 വരെ 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ചോദ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്. സർ, നാളിതുവരെ ഏകദേശം 16,472 കോടി രൂപയുടെ 16,472 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് കിഫ്ബിയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടിലാണ് സാർ. ഒരു പുതിയ നിലവിൽ അനുവദിക്കപ്പെട്ട പദ്ധതികൾ പോലും എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കിഫ്ബിയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സാർ, എൻ്റെ ചോദ്യം, ഭരണപരിഷ്കാര കമ്മീഷൻ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? അതുപ്രകാരം കിഫ്ബിയുടെ പ്രവർത്തനം നിർത്തലാക്കാൻ ഇടവരുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത്. മിനിസ്റ്റർ, കിഫ്ബിയുടെ പരിപാടി സാർ, അങ്ങനെ കിഫ്ബിയുടെ പ്രവർത്തനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകളൊന്നും ലഭിച്ചിട്ടില്ല സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഒരു വശത്ത് കിഫ്ബി പദ്ധതികളെല്ലാം താളം തെറ്റി നിൽക്കുകയാണ്. ചോദ്യത്തിലേക്ക് വാ. സാർ, ദുർഭരണവും കെടുകാര്യസ്ഥയും പര്യായമായി മാറിയിരിക്കുകയാണ്. കിഫ്ബിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്ന മട്ടിലാണ് സാർ. ഈ സന്ദർഭത്തിലാണ് വലിയ സാമ്പത്തിക പരാധീനത നേരിടുന്ന ഈ സന്ദർഭത്തിൽ പുതിയൊരു കെട്ടിടവും സ്ഥലവും വാങ്ങുന്നതിനെ സംബന്ധിച്ച് കിഫ്ബി ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ മിനിസ്റ്റർ. സാർ, ഈ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നത് ശരിയല്ല സാർ. കെടുകാര്യസ്ഥതയും പ്രവർത്തനമില്ലായ്മയൊന്നും ഇല്ല. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി അങ്ങയുടെ മണ്ഡലത്തിലടക്കം നന്നായി നടക്കുന്ന നമുക്കറിയാം. അങ്ങ് നേരത്തെ പറഞ്ഞ 29 അദ്ദേഹം പറഞ്ഞു 16,000 ചില്ലാനും കോടി രൂപ. സാർ, 29,000 കോടി രൂപയുടെ പിന്നെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞ് ഫൈനൽ ബില്ല് കൊടുത്തത് തന്നെ 16,000 കോടി രൂപയുണ്ട് സാർ. നാളിതുവരെ വിവിധ പ്രവൃത്തികൾക്കായിട്ട് കിഫ്ബി കൊടുത്ത തുക നോക്കണം സാർ. എവിടെയാണ് കുറഞ്ഞിട്ടുള്ളത്? 2017-18 442 കോടി, 18-19 1,069 കോടി, 2019-20 3,502 കോടി, 20-21 5,448 കോടി, 5,484 കോടി, 21-22 ഈ സർക്കാർ വന്നതിൻ്റെ ആദ്യ വർഷമാണ് സാർ ഏറ്റവും കൂടുതൽ തുക ചെലവാക്കിയത് 8,459 കോടി. 2022-23 4,673 കോടി, 23-24 4,724 കോടി. സാർ, ഈ വർഷം ഇതുവരെ 744 കോടി, അങ്ങനെ 29,100 കോടി ചെലവാക്കിയിട്ടുണ്ട്. അതിനകത്ത് ലാൻഡ് അക്വിസിഷന് വേണ്ടി 9,613.48 കോടിയും വർക്ക്സ് ബില്ലുകൾക്കായിട്ട് 19,486.52 കോടി രൂപയും ചെലവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കാര്യക്ഷമമായിട്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് അങ്ങേക്കും തർക്കം ഉണ്ടാവില്ല. രാഷ്ട്രീയമായി പറയാം, അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. സാർ, ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു പുതിയ കെട്ടിടമൊന്നും എടുക്കാനായിട്ടുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പല ചർച്ചകളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അങ്ങനെ തീരുമാനം സർക്കാർ തലത്തിലോ കിഫ്ബി തലത്തിലോ ഇതുവരെ വന്നിട്ടില്ല.